ഭയങ്കര സ്പീഡില് ഓടാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ അത് നാച്ചുറൽ ആണ്. നമ്മുടെ സ്കൂളുകളിൽ ആക്സിഡൻസ് സംഭവിക്കുക എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്ക് വേണ്ടുന്ന ഒരു കെയർ ആദ്യം കൊടുക്കണം. ഒരു ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് അത്യാവശ്യമാണ്. ബിഫോർ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തെങ്കിലും പ്രിക്വേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിവെന്റീവ് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള രീതിയിൽ അല്ലെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ എല്ലാം കൊടുക്കേണ്ടതാണ്. ഇഞ്ചുർഡ് ആയിട്ടുള്ള പേഴ്സൺ എന്തെങ്കിലും കൊടുക്കണം. ദിസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഈസ് കോൾഡ് ഫസ്റ്റ് എയ്ഡ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ വീടുകളിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും അല്ലെ, നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കും. കിച്ചണിലൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ സ്ഥിരമായി വെക്കുന്നത് ബേണിംഗ് പൊള്ളലിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കെട്ടാൻ പറ്റുന്ന, നമുക്ക് വേറൊന്നിനും എവിടത്തേക്ക് ഓടി പോവാതിരിക്കാൻ ആ ഒരു സമയമില്ലല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ പൊള്ളലിനുള്ള മരുന്ന് വെക്കും. പിന്നെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ കോട്ടൺ കരുതും, വിറ്റാലിൻ ലോഷനോ ഓയിൽമെന്റോ കരുതും, പിന്നെ ബാൻഡേജുകൾ കരുതും. അങ്ങനെ പിന്നെ പ്രായമായവരുണ്ടെങ്കിൽ നമ്മൾ തൈലം, മുറിവെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ കരുതുമല്ലോ. അപ്പൊ ഏതൊരു ഏജിലുള്ളവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കെയർ കൊടുക്കാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും കാണും. നിങ്ങൾ ബസ്സിലോ വണ്ടികളിലൊക്കെ കയറി കഴിഞ്ഞാൽ FA കാണും, FA ബോക്സ്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് കാണും അല്ലെ. It is relief given to the patient before proper treatment by a doctor is made available. അതായത് പ്രോപ്പർ ആയിട്ട് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്നതാണ്. പലപ്പോഴും തെന്നി വീഴും, അപ്പൊ കൈക്കൊക്കെ ഫ്രാക്ചർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കൈ അനക്കാതെ ആ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ടീച്ചർമാർക്ക് ആ ഒരു അവയർനെസ് എന്തായാലും ഉണ്ടായിരിക്കും. ഫസ്റ്റ് എയ്ഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ട്രീറ്റ്മെന്റ് ദാറ്റ് ഈസ് ഗിവൺ ഓൺ ദി സ്പോട്ട്. ആ സ്പോട്ടിൽ തന്നെ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ബിഫോർ ദി ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ഈസ് യൂസ്ഡ്. ക്ലിയർ ആയല്ലോ. ആക്ച്വൽ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സ്പോട്ടിൽ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോ സ്കൂളുകളിൽ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ഇൻ ദ സ്കൂൾസ് ആർ എക്സ്പെക്ടഡ് ടു കീപ് ആൻ അഡിക്വേറ്റ് നമ്പർ ഓഫ് ദി ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ്. സ്കൂളുകളിൽ ഇത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം അത്രയും കുട്ടികളുണ്ട്, പല രീതിയിലുള്ള ചെറിയ ഇതാണെങ്കിൽ പല രീതിയിലുള്ള ആക്സിഡൻസ് സംഭവിക്കാം. ദ സർവീസ് ഓഫ് എ നഴ്സിംഗ് അസിസ്റ്റന്റ്. ചില സ്കൂളുകളിൽ ക്ലിനിക്കൽ അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകളുണ്ടാവും. റെസിഡൻഷ്യൽ ആയിട്ടുള്ള സ്കൂളുകളിൽ അവർക്ക് തന്നെ ഒരു ഡോക്ടർ ഉണ്ടാകും. ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. അങ്ങനെ അവിടെ അവൈലബിൾ ആയിരിക്കണം. ദ ഫോളോയിങ് ആർ എസെൻഷ്യൽ. അതായത് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ടുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യണേ, ഞാനല്ല ഷെയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ എസെൻഷ്യൽ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളാണ് താഴെ പറയുന്നത്. കോട്ടൺ വൂൾ, നമ്മൾ വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് കോട്ടൺ വൂൾ അല്ലെ. പിന്നെ ടേപ്പ്, കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ടേപ്പ് ആണ്. ഈ നമുക്ക് സിസേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് കൈകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് കീറി ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്ഹസീവ് ടേപ്സ് ഉണ്ട്. അത് പിന്നെ ബ്രഷ്, എന്തെങ്കിലും പോർഷൻ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്, പിന്നെ ബാൻഡേജ്, റോൾ ചെയ്ത് ഇരിക്കുന്ന ബാൻഡേജ് ഉണ്ടാവും. ചിലപ്പോൾ കാലിനൊക്കെ എന്തെങ്കിലും ചെറിയതായിട്ട് സ്ട്രെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബാൻഡേജ് അവിടെ റോൾ ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ അതിനെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന സേഫ്റ്റി പിൻസ് ഉണ്ടാവും. പിന്നെ ട്രയാങ്കുലർ ബാൻഡേജസ് ഉണ്ടാവും. ട്രയാങ്കുലർ ബാൻഡേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലോത്ത് പോലെയാണ്. അതിനൊരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. കൈക്ക് ഒരു സ്ട്രെയിൻ പോലെ വന്നു അപ്പൊ കൈ അനക്കാതെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കഴുത്തുമായിട്ട് ചേർത്ത് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രയാങ്കുലർ ബാൻഡേജസ് ഉണ്ടാവും. നീഡിൽസ് കാണും. പിന്നെ സിസേഴ്സ് ഉണ്ടാവും. പിന്നെ ഒലീവ് ഓയിൽ നമ്മൾ സാധാരണ വെക്കാറുള്ളത്. റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? ആ ലിസ്റ്റ് മുഴുവനും കേട്ടോ. 18 എണ്ണം കാണും. ഓക്കെ മതി. സിസ്റ്റേഴ്സ്, ഒലീവ് ഓയിൽ, പിന്നെ ടീസേഴ്സ് അറിയില്ലേ, ഇങ്ങനെ ഇരിക്കും നമുക്ക്. അതായത് നമുക്കിപ്പോ ഈ വൂണ്ടില് ചെറിയ പീസസ് ഓഫ് കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതുക്കെ ടീസർ വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യാം. നിലത്തൊക്കെ ആണ് വീഴുന്നെങ്കിൽ ഇലയോ കല്ലോ അങ്ങനെയൊക്കെ ഇതിനെ മുറിവിൽ പിടിച്ചു നിൽക്കും. പതുക്കെ ടീസർ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ടീസർ പ്ലക്ക് ചെയ്യാനൊക്കെ ആളുകൾ ഉപയോഗിക്കില്ല ടീസർ. പിന്നെ ബോറിക് ലിങ്ക്, സ്പ്ലിൻഡർ, സോൾട്ട്, കാർബോളിക് ആസിഡ്, സോഡിയം ബൈകാർബണേറ്റ്, വിനീഗർ, സ്പൂൺ, ടിങ്ചർ ഓർ അയോഡിൻ. ഇതില്
ടീച്ചർ വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? നെക്സ്റ്റ് ബോറിക് ലിൻഡ് ആണ്. ഇത് പണ്ടൊക്കെ ഫസ്റ്റ് എയ്ഡിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഈ ബോറിക് ലിൻഡ് പോലത്തെ സാധനങ്ങള്. ഈ എന്താ പറയാ, ഒരു ഡ്രസ്സിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു തുണിയാണ്. ഇത് ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ചതവോ മുറിവോ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒപ്പി ഒപ്പി വെക്കില്ലേ? ഇപ്പോഴത്തെ ഫസ്റ്റ് എയ്ഡിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഹോസ്പിറ്റലുകളിൽ പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട്. ബോറിക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്. അത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഗ്ലിസറിനോ ബോറിക് ആസിഡോ അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചൂടുന്ന വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് പിന്നെ വെച്ചു തരും. അതാണ് ഈ ബോറിക് എന്ന് പറയുന്നത്. ഈ ചതവ് വരുവാണെങ്കിലോ മുറിവ് വരുവാണെങ്കിലോ ഒരു ആശ്വാസം നീരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണത്. പിന്നെ പറയുന്നതാണ് സ്പ്ലിന്റർ. സ്പ്ലിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മളുടെ മുറിവുകളിലൊക്കെ എന്താ പറയാ എന്തെങ്കിലും കൊണ്ട് കയറുമ്പോ ഇപ്പൊ കാലിന്റെ അടിയില് മുള്ളു പോലെയോ ആണി പോലെയോ ഗ്ലാസിന്റെ പീസ് ഒക്കെ കൊണ്ട് കയറി കഴിയുമ്പോൾ അതിനെ റിമൂവ് ചെയ്യണം. അപ്പൊ ഈ അതിന്റെ ഒരു ടിപ്പ് ഭാഗം പുറത്തേക്ക് ഇങ്ങനെ കാണുന്നുണ്ടാവും. അത് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്താ ചെയ്യുന്നത്? സാധാരണ ചെയ്യുന്നത് പണ്ടൊക്കെ മുള്ളൊക്കെ കയറി കഴിഞ്ഞ വീട്ടിലെ പ്രായമായവരിപ്പോ നല്ല കട്ടിയുള്ള ഭാഗത്തൊക്കെ കയറിയെങ്കിൽ പതുക്കെ എന്തെങ്കിലും വെച്ചിട്ട് ഷാർപ്പായിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ആ ഭാഗത്ത് സ്കിന്നൊന്ന് സ്ക്രേപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ടിപ്പ് ഭാഗം കുറച്ചുകൂടെ പുറത്തേക്ക് വിസിബിൾ ആയിരിക്കും. എന്നിട്ട് അത് പതുക്കെ പുറത്തെടുക്കും. ടീസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കും. ഈ ഈ സ്പ്ലിന്റർ റിമൂവർ ആണ് ശരിക്കും 12 എന്നുള്ള പോയിന്റ് എഴുതേണ്ടത്. സ്പ്ലിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള സാധനം എന്നാണ് മീനിങ്. നമ്മളുടെ കാലിലൊക്കെ കൊണ്ട് കയറുന്ന ഷാർപ്പായിട്ടുള്ള ഗ്ലാസ് പീസോ എന്തെങ്കിലും മെറ്റൽ പീസോ അല്ലെങ്കിൽ മുള്ളു പോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ. സ്പ്ലിന്ററിന്റെ മീനിങ് അതാണ്. സ്പ്ലിന്ററിനെ റിമൂവ് ചെയ്യുന്ന അതിന് സ്പ്ലിന്റർ റിമൂവറിന് ഉള്ള ഒരു പേരായിരിക്കണം അവിടെ വരുന്നത്. സ്പ്ലിന്റർ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതാണ് സ്പ്ലിന്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ സ്കിന്നിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പതുക്കെ സ്കിന്നിൽ കുറച്ച് റിമൂവ് ചെയ്ത് അതിനെ പതുക്കെ പുറത്തേക്ക് എടുക്കും. എന്നിട്ട് ആ ഏരിയ വാഷ് ചെയ്ത് ബാൻഡേജ് വെച്ച് കവർ ചെയ്യും. അതാണ് നമ്മുടെ സ്പ്ലിന്റർ. ഫസ്റ്റ് എയ്ഡിലുള്ള സാധനമല്ല. സ്പ്ലിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പ് മെറ്റൽസ്, എന്തെങ്കിലും മെറ്റീരിയൽസ് നമ്മളുടെ ദേഹത്ത് എവിടെയെങ്കിലും കൊണ്ട് കയറുന്നത്. സ്പ്ലിന്റർ റിമൂവറിന് നിങ്ങൾ ആ പോയിന്റ് മാറ്റുക. 12th പോയിന്റിനെ സ്പ്ലിന്റർ റിമൂവറിനാക്കുക. നെക്സ്റ്റ് സോൾട്ട് ചില സമയത്ത് ആവശ്യമായിട്ട് വരും. നീരൊക്കെ ഉള്ള ഭാഗത്ത് ഉപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളമാക്കിയിട്ട് അത് ഒഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അതാണ് സോൾട്ട് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നമ്മള് വീടുകളിലൊക്കെ പിന്നെ നമ്മൾക്ക് എന്തായാലും കിച്ചണിലൊക്കെ സോൾട്ട് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ അങ്ങനെ സോൾട്ട് കൊണ്ട് നടക്കാറില്ല അല്ലെ? പിന്നെ കാർബോളിക് ആസിഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിനോൾ ഇല്ലേ? ഫിനോൾ തന്നെയാണ് കാർബോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഫിനോൾ അല്ലെങ്കിൽ കാർബോളിക് ആസിഡ്. അവിടെ നോട്ട് ചെയ്യാം ഫിനോൾ. ഫിനോൾ എന്താ? ഒരു സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിനോൾ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ്, ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബൈകാർബണേറ്റ് സോഡ. നമ്മൾ വീടുകളിൽ ചിലപ്പോൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഇത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ബേണിങ്, ചിലപ്പോൾ ഭയങ്കരമായ നെഞ്ചരിച്ചലോ സ്റ്റൊമക് പെയിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഡൈജഷന് വേണ്ടിയിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. മെഡിസിൻസിൽ ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. അവിടെ എഴുതി വയ്ക്കുക ബേക്കിംഗ് സോഡ എന്ന് ബ്രാക്കറ്റിൽ. കാർബോളിക് ആസിഡ് ഫിനോൾ ആണ്. 12ാമത്തെ സ്പ്ലിന്റർ എന്ന് പറയുന്നത് സ്പ്ലിന്റർ റിമൂവർ എന്നാക്കുക. സ്പ്ലിന്ററിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടൂൾസ്, അതാണ് സ്പ്ലിന്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഷാർപ്പ് ഒബ്ജക്ട്സ്, മെറ്റൽ ആകാം ഗ്ലാസ് പീസ് ആകാം, അതൊക്കെ അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ സോഡിയം ബൈകാർബണേറ്റ് പലപ്പോഴും നെഞ്ചരിച്ചിലൊക്കെ വരുമ്പോൾ സോഡിയം ബൈകാർബണേറ്റ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ സ്റ്റൊമക്ക് കുളിച്ചിട്ട് കിട്ടേണ്ടി വരുമല്ലോ, വയറ്റിൽ നമുക്ക് തന്നെ വല്ലാതെ കുളിച്ചിട്ട് കിട്ടുന്ന അങ്ങനെ ഇൻഡൈജഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് സോഡിയം ബൈകാർബണേറ്റ്. കാരണം ഇത് സ്റ്റൊമക്ക് നമ്മുടെ ബോഡിയിൽ കുറെ ആസിഡ്സ് ഉണ്ട്, ഡൈജസ്റ്റീവ് ജ്യൂസസ് എന്ന് പറയുന്നത്. ഈ ജ്യൂസസ് ചിലപ്പോൾ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ കുളിച്ചിട്ട് കിട്ടലും നെഞ്ചിരിച്ചിലും ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സോഡിയം ബൈകാർബണേറ്റ് ചെറിയ അളവിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് വിനീഗർ ഉപയോഗിക്കാറുണ്ട്, ക്ലീൻ ചെയ്യാനും ഒരു പർപ്പസിന് വിനീഗർ ഉപയോഗിക്കും. എന്തെങ്കിലും യൂസിന് സ്പൂൺ, ഇപ്പം കുട്ടിക്ക് എന്തെങ്കിലും മെഡിസിൻ കൈ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് കറക്റ്റ് അളവിൽ എടുക്കാനോ സ്പൂൺ ഉപയോഗിക്കാം. പിന്നെ അയഡിൻ, നമ്മൾ അതിന് പകരം ചിലപ്പോൾ അയഡിന് പകരം അയഡിൻ ടിങ്ചർ അല്ലെങ്കിൽ അയഡിന് പകരം ഡെറ്റോളോ സാവ്ലോണോ അങ്ങനെ എന്തെങ്കിലും ലോഷൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം യൂസ് ചെയ്യുകയും ചെയ്താലും കുഴപ്പമില്ല. അയഡിൻ ഒരു എന്താ പറയുക മിൽക്കി ആയിട്ടുള്ള ഒരു ലോഷനാണ് അയഡിൻ. പണ്ടൊക്കെ ഹോസ്പിറ്റലുകളിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലൊക്കെ അയഡിൻ ആയിരുന്നു ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നല്ല നീറുമായിരുന്നു. അപ്പൊ എനിക്കത് അനുഭവമുണ്ട്. അത് നമ്മുടെ മുറിവ് ക്ലീൻ ചെയ്യാൻ അവർ അയഡിൻ യൂസ് ചെയ്യും. ചെയ്യുന്ന സമയത്ത് ഭയങ്കര നീറും, പക്ഷെ പെട്ടെന്ന് തന്നെ അത് ക്യൂർ ആവുന്ന ഒരു ഇതാന്ന് തോന്നുന്നു അയഡിൻ. ഓക്കെ, അത്രയും കാര്യങ്ങള് നമ്മളുടെ ഈ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേണമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ടൈംലി ഇത് മാറ്റാം. ഓക്കെ, ടൈംലി ഇപ്പൊ ഈ പറഞ്ഞത് തന്നെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിലാവണമെന്നില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. നെക്സ്റ്റ് പേജ് എന്നാക്കണേ റിജോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മെന്റൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, മെന്റൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ PFA. ഫിസിക്കൽ ആയിട്ടുള്ളത് സാധാരണ ഫസ്റ്റ് എയ്ഡ് FA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് PFAയുടെ ഒരു PDF ഫയല് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്ത് തരാം. അത് കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും വേണ്ട. ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറയാം. ആ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ വെച്ചാൽ മതി ആ PDF നോക്കിയിട്ട്. ഫസ്റ്റ് എയ്ഡ് എന്തിനാ കൊടുക്കുന്നത്? നമുക്ക് കൂടുതൽ ക്രിട്ടിക്കൽ അവസ്ഥയിലേക്ക് പോകാതെ പേഷ്യന്റ് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ മെയിൻ മെഡിക്കൽ എയ്ഡ് കിട്ടുന്നതിന് മുമ്പാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്. ടു ഗീവ് ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റന്റ്ലി അറ്റ് ദ ടൈം ഓഫ് നീഡ്. ഓക്കെ, ആവശ്യമുള്ള സമയത്ത് അവർക്ക് വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. പിന്നെ ഫസ്റ്റ് എയ്ഡ് ഇതിനകത്ത് എല്ലാ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കണം. പേഷ്യന്റ് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറിയുടെ കോസ് എന്താ, എന്തെങ്കിലും കുത്തി കീറുവോ അല്ലെങ്കിൽ കല്ലില് മുട്ടോ അങ്ങനെയൊക്കെ ചെയ്താണെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് അതെല്ലാം റിമൂവ് ചെയ്ത് വെക്കണം. അതാണ് ഫസ്റ്റ് എയ്ഡിൽ ചെയ്യുന്നത്. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് കൊണ്ട് കൺട്രോൾ ചെയ്യാം. പേഷ്യന്റിന്റെ റെസ്പിറേഷൻ, ശ്വാസം, അത് ചെക്ക് ചെയ്യും. അഥവാ പേഷ്യന്റ് ശരിയായ രീതിയിൽ നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ പേഷ്യന്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ബ്രീത്തിങ് പ്രൊവൈഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞ് അവരെ രക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് അവർക്ക് ബ്രീത്തിങ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. നമ്മൾ വയറിലൊക്കെ നെക്കി വെള്ളം എല്ലാം പുറത്തേക്ക് കളഞ്ഞിട്ടും ബ്രീത്തിങ് പ്രോപ്പർ ആവുന്ന കണ്ടു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട്, കൃത്രിമ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് പേഷ്യന്റിന് റെസ്പിറേഷൻ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബ്രീത്തിങ് മെത്തേഡ്സ് യൂസ് ചെയ്ത് ബ്രീത്തിങ് നോർമൽ ആക്കണം. ഇഞ്ചേർഡ് ആയിട്ടുള്ള ഭാഗം ആ വൂണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് കവർ ചെയ്യണം. ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ പേഷ്യന്റ് അറ്റ് എ നോർമൽ ലെവൽ. പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡ് എപ്പോഴാണ് നെസസറി, എങ്ങനെയാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, അതൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. ഇപ്പോ നമ്മുടെ മുമ്പിൽ സ്കൂൾ കുട്ടികളാണ്, അല്ലെങ്കിൽ തന്നെ നമ്മള് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണോ, നമ്മുടെ വീട്ടിലോ വീടിന്റെ സറൗണ്ടിങ്സിലോ പെട്ടെന്ന് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ത് സ്റ്റെപ്പ് നെക്സ്റ്റ് എടുക്കണം എന്നുള്ളത്. ഫെയിന്റിങ്, പെട്ടെന്ന് തലകറങ്ങി വീഴുവോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ശരിക്കും അങ്ങനെ തലകറങ്ങി വീഴുന്ന എന്തുകൊണ്ടാണ്? ബ്രെയിനിലേക്ക് ബ്ലഡ് എത്താത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഹാർട്ട് ഫങ്ഷൻ ചെയ്യാതെ വരും പ്രോപ്പറായിട്ട്. അതാണ് ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നത്. തലകറങ്ങി വീഴും, കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യില്ലേ. ചില സമയത്ത് സിവിയർ പെയിൻ ഓർ ഇഞ്ചുറി ക്യാൻ ഓൾസോ ബി കോസ് ഫോർ ഫെയിന്റിങ്. ചില സമയത്ത് നമുക്ക് അത് നമ്മുടെ ബോഡി തന്നെ നമ്മളെ ഒന്ന് റെസ്റ്റ് ചെയ്യിക്കാനായിട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം. ഒരു ചില സമയത്ത് ആക്സിഡന്റ് പറ്റി ഭയങ്കര മുറിവ് പറ്റുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ബോധം പോകുന്നത് കണ്ടിട്ടില്ലേ?
സിവിയർ പെയിൻ അല്ലെങ്കിൽ ഇഞ്ചുറി ഒക്കെ സംഭവിക്കുമ്പോഴേക്കും ഫെയിന്റ് ആകുന്നു. അങ്ങനെ വരുമ്പോൾ മുഖമൊക്കെ ഭയങ്കരമായിട്ട് വിളറും. ദ ഫേസ് വിൽ ബിക്കം പെയിലി. ദ സ്പീഡ് ഓഫ് ബ്രീത്തിങ് വിൽ ബി ഡിക്രീസ്ഡ്. ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കുറയാനായിട്ട് തുടങ്ങും. ഫേസ് ഭയങ്കരമായിട്ട് അങ്ങനെ വിളറിയുന്ന രക്തയോട്ടം ഇല്ലാത്ത പോലെയൊന്നും നമ്മൾ പറയില്ല, അങ്ങനെയാകും. ബ്രീത്തിങ് ഭയങ്കരമായിട്ട് കുറയും. ട്രീറ്റ്മെന്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളിന് ഫ്രഷ് എയർ കൊടുക്കണം. ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ ആണെങ്കിൽ ലൂസ് ആക്കി ഇടണം. മുഖത്ത് ആദ്യം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു നോക്കണം. സ്പ്രിങ്കിൾ ചെയ്യണം. തണുത്ത വെള്ളം തളിച്ചു കൊടുക്കുക. പേഷ്യന്റ് ഷുഡ് നീഡ് ടു ലൈ വിത്ത് ഫീറ്റ് റേസ്ഡ് ഹയർ ദാൻ ദ ഹെഡ്. കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് തല താഴ്ത്തി കാലിൽ പൊക്കി വെച്ച് ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോ ശരിയാകാൻ വേണ്ടിയിട്ട് അങ്ങനെ തല തല താഴും, തലയെക്കാളും ഹൈറ്റില് കാല് ആയിട്ടുള്ള രീതിയിൽ വെക്കണം. ക്ലോത്ത്സ് ബി ലൂസ്, നമ്മൾ പറഞ്ഞിരുന്നു. ഡ്രസ്സൊക്കെ ലൂസ് ആക്കി ഇടുക. മാക്സിമം ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ ആള് റെസ്റ്റ് ചെയ്യിക്കുക. ഈ ഒരു രീതിയിൽ മുഖത്ത് വെള്ളം തളിക്കും. മുഖത്ത് വെള്ളം തളിച്ച ആള് കോൺഷ്യസ് ആവുകയാണെങ്കിൽ പിന്നെ ആൾക്ക് വേണ്ടുന്നത്, ഇപ്പൊ വെള്ളം കുടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ വെള്ളം കുടിപ്പിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ ആള് എമർജൻസി ഹോസ്പിറ്റലിലേക്ക് ആള് കൊണ്ടുപോവുക. ബ്ലീഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഫെയിൻറ്റിങ് ആയിരുന്നു പറഞ്ഞത്. റിജോന്ന് സ്ക്രോൾ ചെയ്യണേ. ഫസ്റ്റ് കേസ് ആണ് നമ്മൾ പറഞ്ഞത്. തലകറങ്ങി വീഴോ ബോധം കെട്ട് വീഴോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ചെയ്യേണ്ടത്. റിജോന്ന് സ്ക്രോൾ ചെയ്യണേ. റിജു കേൾക്കുന്നുണ്ടോ? പ്രേയറൊക്കെ ഞാൻ മറന്നുപോയി. അറിയില്ലേ ഈ കണക്ഷൻ ശരിയാകാൻ വേണ്ടി പ്രേയറിന്റെ കാര്യത്തിൽ വിട്ടു. റിജു കേൾക്കുന്നുണ്ടോ? ഞാൻ വായിക്കാം. എന്താ റിജു എപ്പോഴും കേൾക്കുമ്പോൾ ചെയ്യട്ടെ കേട്ടോ. ബ്ലീഡിങ് നമുക്കറിയാം ഏത് രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കും. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, തലകറങ്ങി വീഴുന്ന കാര്യം പറഞ്ഞു. പിന്നെയുള്ളത് എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ട് ബ്ലീഡിങ് സംഭവിക്കാം. വെൻ ദർ ഈസ് സം ഇഞ്ചുറി ഓർ കട്ട് ഇൻ ദ കാപ്പിലറി ആർട്ടറി ഓർ വെയിൻ. നമ്മളുടെ പല രീതിയിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്. സ്മോൾ ബ്ലഡ് വെസൽസ് ഉണ്ട്, മീഡിയം ബ്ലഡ് വെസൽസ് ഉണ്ട്, ലാർജ് ബ്ലഡ് വെസൽസ് ഉണ്ട്. ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന വെസൽസ് ഉണ്ട്. ഹാർട്ടിൽ നിന്ന് തിരിച്ച് ബ്ലഡ് വരുന്ന വെസൽസ് ഉണ്ട്. അങ്ങനെയുള്ള ഏത് വെസൽസിലും എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ കട്ടോ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ബ്ലീഡിങ് സംഭവിക്കും. ആ കേസ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ദി ഇൻജേർഡ് പാർട്ട് ഷുഡ് ബി അപ്പ് എബോവ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. എന്റെ കയ്യിലും ഫിംഗേഴ്സിന്റെ എവിടെയെങ്കിലും നല്ലൊരു കട്ട് വന്നു, ബ്ലഡ് നിൽക്കുന്നില്ല, അപ്പൊ നമ്മുടെ തലയേക്കാൾ ഈ ഒരു പൊസിഷനിൽ കുറച്ചുകൂടെ പൊക്കി പിടിക്കണം. ആ ഒരു ഒറിജിനൽ പൊസിഷനിൽ കുറച്ച് എബോവ് ആയിട്ട് നിൽക്കണം. അല്ല ബ്ലഡ് ഒന്ന് ക്ലോട്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യാനാണ് ബ്ലീഡിങ്. സ്കിൻ ഷുഡ് ബി റീ അഡ്ജസ്റ്റഡ് ആൻഡ് വാഷ്ഡ് വിത്ത് കോൾഡ് വാട്ടർ. അതായത് ഇപ്പൊ നല്ല കട്ടൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാഗത്തെ സ്കിൻ അങ്ങോട്ട് ഒരുമാതിരി ഒരു മാറിയിട്ടുണ്ടാവും. അത് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നല്ലതുപോലെ കോൾഡ് വാട്ടർ കൊണ്ട് വാഷ് ചെയ്യണം. ടിങ്ചർ ഓർ അയഡിൻ, നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ലോഷൻ, നമ്മളിപ്പോ ഡെറ്റോളോ സാനോണോ അങ്ങനെ എന്തെങ്കിലും ആന്റിസെപ്റ്റിക് ലോഷൻ വെക്കും. അതുപോലെ ഒന്നാണ് അയഡിൻ. ഷുഡ് ബി അപ്ലൈഡ് ബാൻഡേജ് ടൈറ്റ്ലി. അത് അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ ബാൻഡേജ് ഇട്ട് ടൈറ്റ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ വലിയ വൂണ്ടൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. റിജു കേൾക്കാമോ? സ്ക്രോൾ ചെയ്യണേ. ഒന്ന് വെച്ചോ, ഇപ്പൊ തന്നെ മാറ്റണം. ബ്ലീഡിങ് പറഞ്ഞത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ബ്ലീഡിങ് ഒന്ന് വായിച്ചു നോക്കിക്കോ. കുറച്ച് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് ആക്കണേ. ഓക്കെ, അടുത്ത പേജിലേക്ക് ആക്കിക്കോളൂ. ബ്ലീഡിങ് പറഞ്ഞത് വായിച്ചല്ലോ. നെക്സ്റ്റ് സ്നേക്ക് ബൈറ്റിംഗ്. ഈ ആദ്യം പറഞ്ഞ ഫെയിന്റിങ്, ബ്ലീഡിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? എന്തെങ്കിലും നേരിട്ട് കണ്ടിട്ടുള്ളതോ ആരുടെയെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ?
ഓക്കെ. സ്നേക്ക് ബൈറ്റിംഗ് പറഞ്ഞപ്പം കുട്ടികൾക്ക് കുറേ കഥ പറയുന്നുണ്ടായിരുന്നു. വേറൊരു ബാച്ചില് ഒരു കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഉം, അച്ഛനും മോളും കൂടെ നടക്കുമായിരുന്നു. പക്ഷെ സന്ധ്യാസമയം തോന്നുന്നു, നടക്കുന്ന സമയത്ത് എന്തോ കാലില് കുത്തിയതായിട്ട് അച്ഛന് ഫീൽ ചെയ്ത് അച്ഛനെ മനസ്സിലായി പാമ്പാണെന്ന്. അപ്പൊ തന്നെ മോളെ കയ്യിലെടുത്ത് ഓടി. കാരണം മോളെയും കൂടെ കിട്ടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഓടി വീട്ടിലെത്തിയപ്പോഴേക്കും ആള് ബുദ്ധിമുട്ടായി തുടങ്ങി. ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി നമ്മുടെ മോണ്ടിസോറി ബാച്ചില് ഫസ്റ്റ് ബാച്ചിലുണ്ട്. അപ്പൊ സ്നേക്ക് ബൈറ്റിംഗ്, മിക്ക സ്നേക്കുകളും ഈ പറയുന്ന പോലെ പോയ്സണസ് ഒന്നുമല്ല. പക്ഷെ ബൈറ്റ്സ് ബ്രിങ് അബൌട്ട് ഡിമൈസ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ഷോക്ക്. ഈ ഇത് സ്നേക്ക് ബൈറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളങ്ങ് പേടിച്ചു പോകും. പെട്ടെന്ന് തന്നെ പേടിച്ചു പോകും. അത് നമ്മുടെ ഹാർട്ട് ബീറ്റ്സിനെ, അങ്ങനെ നമ്മുടെ നോർമൽ ഫങ്ഷനിങ്ങിനെ എല്ലാം ബാധിക്കും. സോ ഇറ്റ് ഈസ് വെരി റിക്വയർഡ് ടു അപ്ലൈ ഫസ്റ്റ് എയ്ഡ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് അപ്ലൈ ചെയ്യണം. എവിടെയാണോ ഇഞ്ചുറി ഉണ്ടായത്, അതായത് സ്നേക്ക് ബൈറ്റ് എവിടെയാണോ ഉണ്ടായത് അതിന് ബാൻഡേജസ് നല്ല ടൈറ്റ് ആയിട്ട് അതിന് മുകളിലും, ഇഞ്ചുറി മുറിവുണ്ടായതിന്റെ മുകളിലും താഴെയായിട്ട് നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇഞ്ചുറി മസ്റ്റ് ബി enlarged with clean and sharp edged knife. This helps the poison blood to flow out. അപ്പൊ മുറിഞ്ഞ ഭാഗത്ത് ഒരു വലിയ മുറിവ് പോലെ ഉണ്ടാക്കും, പോയ്സണസ് ആയിട്ടുള്ള ബ്ലഡ് പുറത്തേക്ക് വേഗം പോകാൻ വേണ്ടിയിട്ട്. ഈ ചിലതിലൊക്കെ കണ്ടിട്ടുണ്ട് ആളുകൾ അടിച്ചു തുപ്പി കളയുന്നത്. അതൊക്കെ ഒരു ട്രഡീഷണൽ വേ ആണ്. അതൊന്നും ശരിക്കും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയൊന്നുമല്ല. ഞാൻ മൂവിയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പേഷ്യന്റ് ഷുഡ് നോട്ട് ബി ലെറ്റ് ടു സ്ലീപ്പ്. ഹോസ്പിറ്റലിൽ എങ്ങനെ എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ എത്തിക്കുക. പേഷ്യന്റ് ഉറങ്ങാതെ ഇങ്ങനെ സംസാരിച്ച് പേഷ്യന്റ് ഉറങ്ങാത്ത രീതിയിൽ നോക്കുക. ഓക്കെ. അപ്പൊ സ്നേക്ക് ബൈറ്റിംഗ് രീതിയാണ്. അപ്പൊ പല സ്നേക്സും പോയ്സണസ് ഒന്നുമല്ല, പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ പാനിക് ആവും, ഭയങ്കരമായിട്ടൊരു ഷോക്കായി പോകും. അപ്പൊ അത് നമ്മുടെ ഓർഗൻസിന്റെ നോർമൽ ഫങ്ഷനിങ്ങിനെ ബാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ബാൻഡേജ് മുറിവിന് മുകളിലും താഴെയും ടൈറ്റ് ആയിട്ട് ഇരുന്നതാണ് ഈ ബ്ലഡ് ഫ്ലോ ചെയ്യാതിരിക്കാൻ. എന്താ പറയാ, പോയിസൺ ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ആവാതിരിക്കാനായിട്ട്. പിന്നെ മുറിവ് ഒന്ന് വലുതാക്കിയിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യാം. ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിട്ട് മുറിവ് വലുതാക്കുക, എന്നിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ ഭാഗം. അപ്പൊ ബ്ലഡ്, പേഴ്സൺ ആയിട്ടുള്ള ബ്ലഡിനെ പുറത്തേക്ക് ഒഴുകുന്ന രീതിയിൽ കട്ട് ചെയ്യും. ഉറങ്ങാതെ പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. നെക്സ്റ്റ് ജോർണി, ഈ ഒരു വെക്കേഷൻ സമയത്ത് പലപ്പോഴും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ തന്നെ വെക്കേഷൻ എവിടെയെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള എവിടെയെങ്കിലും നീന്താൻ പോവുകയൊക്കെ ചെയ്യുമ്പോഴേക്കും മുങ്ങിപ്പോകുന്നത്. ചുഴിയിലൊക്കെ പെട്ട് ഇടിയൊക്കെ കൂടുതലായിരിക്കും ചില പുഴയിലൊക്കെ. അതൊന്നും അറിയാതെ അവരൊന്നും ആയി പോകുന്നത്. The drowned person's face should be downward and feet should be up. മുങ്ങി അവരെ രക്ഷിച്ച് കരയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ ഫേസ് ഡൗൺവേർഡ് ആക്കി വെച്ച് ഫീറ്റ് എപ്പോഴും മുകളിലേക്ക് വെക്കണം. ഫേസ് ഡൗൺവേർഡ് ആക്കി വെക്കണെന്ന് വെച്ചാൽ വെള്ളം അകത്ത് കയറിയ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ്. ഹിസ് വേസ്റ്റ് ഷുഡ് ബി പ്രസ്ഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. രണ്ട് കൈയും ഇങ്ങനെ വെച്ചിട്ട് വേസ്റ്റിനെ നല്ലതുപോലെ പ്രസ് ചെയ്യും. അപ്പൊ എക്സസൈസ് കുടിച്ച വെള്ളം മുഴുവൻ പുറത്തേക്ക് പോകും. The person should be dried up with warm towel or hot water bottle. പേഷ്യന്റിനെ നല്ല തണുത്ത് ബോഡി മുഴുവൻ, ബോഡിയിലെ നോർമൽ ടെമ്പറേച്ചർ ഒക്കെ പോയിട്ടുണ്ടാവും. തണുത്ത് വിറച്ചായിരിക്കും ഇരിക്കുക. അപ്പൊ വാം ടവൽ വെച്ചിട്ട് പേഷ്യന്റിന് ആ ഒരു നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് യൂസ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ പേഷ്യന്റ് കോൺഷ്യസ് ആയി വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ ചൂടുള്ള വെള്ളം, വെറ്റ് ക്ലോത്ത്സ് എല്ലാം റിമൂവ് ചെയ്യണം. അത് അല്ലെങ്കിൽ ലൂസാക്കി ഇടണം ക്ലോത്ത്സ് എല്ലാം. പിന്നെ അഥവാ കോൺഷ്യസ് ആയില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് റെസ്പിറേഷൻ, ബ്രീത്തിങ് മെത്തേഡ്സ് യൂസ് ചെയ്ത്, ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് മെത്തേഡ്സ്, കൃത്രിമ ശ്വാസോച്ഛ്വാസം നമ്മൾ പറയില്ലേ, അത് ഉപയോഗിച്ച് ചെയ്യാം. നെക്സ്റ്റ്, ബേൺസ് ആൻഡ് സ്കാൽഡ്സ്. അതായത് നമുക്ക് ഈ പൊള്ളല് സംഭവിക്കുക, തീയിൽ നിന്ന് പൊള്ളല് വരാം, കറണ്ടിൽ നിന്ന് പൊള്ളല് വരാം, അല്ലെ, ഷോക്ക് അടിക്കുമ്പോൾ പൊള്ളല് വരാം, ഏതെങ്കിലും മെറ്റൽ പീസിൽ നിന്ന്, ചൂടായിരിക്കുന്ന മെറ്റൽ പീസിൽ നിന്ന് പൊള്ളല് വരാം. അങ്ങനെ സംടൈംസ് ബേൺസ് ആർ കോസ്ഡ് ബൈ ബോയിൽഡ് വാട്ടർ, തിളച്ച വെള്ളം, മിൽക്ക് അടുപ്പിച്ചെല്ലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പലർക്കും സംഭവിക്കുന്നതാ. ഈ പാലൊക്കെ മറിഞ്ഞ് ദേഹത്തേക്ക് വീഴുക, അല്ലെങ്കിൽ ചോറ് വാർക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് ദേഹത്തേക്ക് വീഴുന്നു.
ഇതെല്ലാം ഇങ്ങനെ പറ്റുന്ന പൊള്ളലിനെല്ലാം സ്കാൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ ബേൺഡ് പൊള്ളിയ ഭാഗം നല്ലതുപോലെ സാച്ചുറേറ്റഡ് ബൈ ക്ലീൻ വാട്ടർ, നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത് ആ ഒരു ഭാഗം. ഇഫ് ദ പേഷ്യന്റ് ഹാസ് കൊളാപ്സ്ഡ്, ട്രൈ ടു ബ്രിങ് ഹിം ടു ഹിസ് സെൻസസ്. കൊളാപ്സ്ഡ് ആവുകയാണെങ്കിൽ പേഷ്യന്റിനെ പെട്ടെന്ന് തന്നെ സെൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ആന്റിസെപ്റ്റിക് ഓയിൻമെന്റ് ഫോർ ബേൺ ഷുഡ് ബി അപ്ലൈഡ്. ആന്റിസെപ്റ്റിക് ഓയിൻമെന്റ് അപ്ലൈ ചെയ്യാം. ഇപ്പൊ ആളുകൾ പെട്ടെന്ന് വീട്ടിലൊക്കെ വെച്ച് നമുക്ക് ഓയിൻമെന്റ്സ് എന്തെങ്കിലും എല്ലാവരും എടുത്താൽ പെട്ടെന്ന് ചെയ്യാറ് ഉള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ എടുത്ത് തേക്കാറ് പൊള്ളല് വന്നു കഴിഞ്ഞാൽ? പേസ്റ്റ് ഒക്കെ തേക്കാറുണ്ട്. യെസ്, ടൂത്ത് പേസ്റ്റ് അല്ലേ, ടൂത്ത് പേസ്റ്റ് എടുത്താൽ തേക്കുക. അപ്പൊ അതങ്ങ് കുമളയ്ക്കുന്നതും കൂടുതൽ പെയിൻ വരുന്നതും നമുക്ക് കുറച്ച് കുറയും. Coconut oil and clean water are also helpful in slight ആയിട്ട് ചെറിയ ബേണിങ്സിലൊക്കെ കോക്കനട്ട് ഓയിലും ക്ലീൻ വാട്ടറും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബേൺ സീരിയസ് ആണെങ്കിൽ പറയാറുണ്ട് 80% പൊള്ളലേറ്റു, 70% പൊള്ളലേറ്റു എന്നൊക്കെ പറയില്ലേ. കാരണം ഇത് ഉള്ളിലേക്കും കൂടെ പൊള്ളൽ വരും. അതുകൊണ്ട് സീരിയസ് ആയിട്ട് ബേണിങ് സംഭവിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കെയർ കൊടുക്കണം. എപ്പോഴും ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ പറയുന്നതാണ്, ബേണിങ് യൂണിറ്റ് ഉണ്ടല്ലോ ഈ പൊള്ളലേറ്റ് വരുന്നവരുടെ, അപ്പൊ അതാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സെഷൻ. കാരണം ഇവരെ 80%, 70%, അബോവ് 50% ഒക്കെ പൊള്ളലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഐസൊലേറ്റഡ് ആയിട്ട് സൂക്ഷിക്കും, നെറ്റൊക്കെ വെക്കും. കാരണം എന്താ വെച്ചാൽ ഡ്രസ്സൊന്നും കാര്യമായിട്ടൊന്നും ഇടാൻ പറ്റില്ല. ഫുൾ ഇങ്ങനെ നെറ്റ് പോലെ ചെയ്ത് മൂടി വെക്കും. കൊതുക് പോലും കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയും. ഭയങ്കര സ്മെല്ലും ആയിരിക്കും എന്ന് പറയും. മാംസം കരിഞ്ഞ ഒരു ബേണിങ് ഒരു ഭയങ്കര ഒരു സിവിയർ ഇഷ്യൂ തന്നെ. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആള് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കൊടുക്കുന്ന ടെമ്പററി ട്രീറ്റ്മെന്റ് ആണല്ലോ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്, പേഷ്യന്റിന് കൊടുക്കുന്നത്. അപ്പം അതിനെ കുറിച്ചൊരു അവയർനെസ് നല്ലപോലെ ഉണ്ടാവണം. He or she should have some essential qualities such as compassion, ഒരു സ്നേഹം, ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവരോടൊരു അനുകമ്പ, ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. ജെന്റിൽനെസ്, അവരോട് നല്ല രീതിയിൽ തന്നെ പെരുമാറാനായിട്ട് പറ്റും. പവർ ഓഫ് ദ കൺക്ലൂഷൻ, റിസോഴ്സ്ഫുൾനെസ്, അലർട്ട്നെസ് എക്സെട്ര. അതായത് ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ, മനസ്സിൽ നിന്ന് ചെയ്യണം എന്ന് പറയില്ലേ, അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സുമാരൊക്കെ ഒരു എന്താ പറയാ, മുറിവൊക്കെ വെച്ച് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നും. ഈവൻ ഇഞ്ചക്ഷൻ, എന്റെയൊക്കെ ചെറുപ്പകാലത്തെ സമയത്തൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര കെയർ ചെയ്യുന്നില്ല, അവിടെ ഒറ്റ കുത്തൊക്കെ കുത്തുന്ന ടൈപ്പ് രീതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി അവരുടെ നമ്മളോട് കുറെ സംസാരിച്ച് നമ്മളെ ഒന്ന് സൂത്തൻ ചെയ്ത് സിറ്റുവേഷൻ സൂത്തൻ ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മളെ കൂളാക്കിയിട്ടാണ് അവർ പല ട്രീറ്റ്മെന്റ്, ഇപ്പൊ മുറിവ് ഡ്രസ് ചെയ്യുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ വെക്കുവാണെങ്കിലും ബ്ലഡ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ ആ രീതിയിലുള്ള ഒരു കമ്പാഷന് ജനറൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും. പിന്നെ അവർക്കൊരു പവർ ഉണ്ടായിരിക്കും. ആ ഒരു കാര്യത്തെ പറ്റി നല്ലൊരു നോളജ് ഉണ്ടാവണം. പിന്നെ അത് അത് നല്ലത്. പക്ഷെ പൊള്ളല് വന്നു, അയ്യോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ലല്ലോ, ആ ഒരു രീതിയിലല്ല, അവർക്ക് അത് നല്ല രീതിയിൽ തന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിനെ പറ്റിയുള്ള അറിവ്, റിസോഴ്സ്ഫുൾനെസ്, നല്ല രീതിയിലുള്ള അറിവ് ഉണ്ടായിരിക്കണം. പിന്നെ അലർട്ട്നെസ്, സംഭവിച്ച അപ്പൊ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് രക്ഷിക്കാനായിട്ട് എന്ത് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും, ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. എഫിഷ്യന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കണ്ട് തളർന്നു പോകുന്ന ആ ഒരു രീതിയിലായിരിക്കരുത്. എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്ത് ആ അപകടത്തിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാം എന്ന് തോന്നുന്ന രീതിയിലുള്ള അലർട്ട്നെസ്സും എനർജറ്റിക്കും ആയിരിക്കണം. പിന്നെ സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടായിരിക്കണം. ഒരു എംപതി ഉണ്ടായിരിക്കണം. അവരുടെ വേദന മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ ട്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്ക് ശരിക്കും ഇതിനകത്ത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം, നമ്മുടെ ജനറൽ ഫസ്റ്റ് എയ്ഡ്. അപ്പൊ ബാക്കി മറ്റേ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഞാൻ പറയാം. അതിന്റെ PDF ഫയൽ നമുക്ക് നാളെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് ശരിക്കും വേണ്ടത്. മനസ്സിന് മുറിവേറ്റാൽ എങ്ങനെ അതിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റും, അതാണ് PF, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്.
സിലബസിൽ ഫസ്റ്റ് എയ്ഡ് മെന്റൽ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഞാൻ അയച്ചു തരാം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം. അപ്പോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ അവർക്ക് സപ്പോർട്ട് വേണം. അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു സപ്പോർട്ടിങ് റെസ്പോൺസ് ആണ്. അങ്ങനെയുള്ള നമ്മളുടെ സഹജീവികളോട് നമ്മൾ കാണിക്കേണ്ട എംപതിയാണ് മെയിൻ ആയിട്ട് PFA സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. എന്താ എംപതി എന്ന് പറയുന്നത്? എംപതി എന്താ? സിമ്പതി എന്താ? അനുകമ്പ ആണ്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അനുകമ്പ എന്നാ പറഞ്ഞത്. സിമ്പതി അനുകമ്പ അല്ലെ? എംപതി എന്താണ്? സഹാനുഭൂതി എന്ന് നമ്മൾ പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേപ്പാളില് ഭയങ്കരമായിട്ട് ഭൂകമ്പം ഉണ്ടായപ്പോ നാശനഷ്ടങ്ങൾ ഉണ്ടായി. കുറെ പേർക്ക് വീട് നഷ്ടപ്പെട്ടു, കുറെ പേർക്ക് ബന്ധുക്കൾ നഷ്ടപ്പെട്ടു, മക്കൾക്ക് പാരന്റ്സ് നഷ്ടപ്പെട്ടു. പാരന്റ്സിന് റിജു കഴിഞ്ഞു കേട്ടോ, നമ്മുടെ ഇത് കഴിഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ അല്ലാതെ എക്സ്ട്രാ പറയുവാണേ, സ്ക്രോൾ ചെയ്യാനൊന്നുമില്ല, കഴിഞ്ഞു. നെക്സ്റ്റ് അപ്പം ചിലർക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ടു, ചിലർക്ക് മക്കളെ നഷ്ടപ്പെട്ടു അല്ലെ? നമ്മളിങ്ങനെ ദൂരെ കൊച്ചു കേരളത്തിൽ ഇരുന്ന് ഈ ന്യൂസ് അറിയുക നേപ്പാളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നമ്മൾ അയ്യോ കഷ്ടം അങ്ങനെ മാത്രം പറയുമ്പോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുമ്മാ സിമ്പതിയുള്ളൂ. നമ്മൾ ആ നഷ്ടങ്ങൾ സംഭവിച്ചവരുടെ സ്ഥാനത്തിരുന്ന് ചിന്തിക്കുക. അവർക്ക് ഇങ്ങനെ അപ്പൊ നമുക്കൊരു വേദന വരിക. അവരുടെ സ്ഥാനത്തിരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പെയിൻ. അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യും അങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അതാണ് empathy. അതായത് വേറൊരാളുടെ ഷൂവിനകത്ത് നമ്മളുടെ കാലെടുത്തിടുന്നു. ആ ഷൂ ഇടാനുള്ള സൈസ് അയാൾക്ക് ഉണ്ടായിരുന്നു കാണുന്നത്, പക്ഷെ നമ്മളതിനകത്ത് നമ്മളുടെ കാല് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫീല് നമുക്ക് വരും? വൺസ് ഷൂസ്. അതാണ് എംപതി എന്ന് പറയുന്നത്. ആ എംപതിക്ക് പല ലെവലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുക അത്ര ദൂരെ ഇരുന്നുകൊണ്ട് എനിക്ക് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഗവൺമെന്റ് സ്വീകരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും സഹായം അതിലൂടെ ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അത് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളെ അപ്രോച്ച് ചെയ്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കും. ഇതെല്ലാം എംപതിയിൽ പെടും. ഓക്കെ. PFA 7 ടീംസ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്ന PDF-ലുണ്ട്. എന്താ ചെയ്യുന്നത്? അപ്പൊ എന്താ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിലൂടെ നമ്മൾ ഫസ്റ്റ് എന്താണ് അവർക്ക് കൊടുക്കുന്നത്? സപ്പോർട്ട് അല്ലെ? കെയർ, സപ്പോർട്ട്. പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. നമുക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിലൂടെ ആരാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവർക്ക് നല്ല കെയറും സപ്പോർട്ടും കൊടുക്കും. പിന്നെ അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. അവരെന്താണ് അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യം എന്താണ്, അവരുടെ കൺസേൺ, അവരെന്തിനെ കുറിച്ചാണ് അവർ കൂടുതൽ വേവലാതിപ്പെടുന്നത്, എന്ത് കാരണമാണ് അവർ ഡൗൺ ആയി പോയത്. അപ്പൊ ആ നീഡ്സും കൺസേൺസും നമ്മൾ മനസ്സിലാക്കിയിട്ട് അസസ് ചെയ്യുന്നു. അതെങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട്. പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ബേസിക് നീഡ്സ് ആണ് വേണ്ടത്. ലൈക്ക് ബേസിക് നീഡ്സ് എന്തൊക്കെയാ? ഫുഡ്, വാട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന് അങ്ങനെയുള്ളതാണെങ്കിൽ ബേസിക് നീഡ്സ് അവർക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏതെങ്കിലും ഓർഗനൈസേഷൻസ് ആയിട്ടോ ട്രസ്റ്റ് ആയിട്ടോ നമുക്ക് അവരെ കണക്ട് ചെയ്യാം. പിന്നെ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കേൾക്കുക. ആക്റ്റീവ് ലിസണിങ്. അവര് നമ്മളെ ഹൃദയം കൊണ്ട് തന്നെ കേൾക്കണം. ചുമ്മാ കേട്ട് ഒരു ചെവിക്കുറപ്പിട്ട് മറ്റേ ചെവിക്കുറ പറഞ്ഞു വിടുകയല്ല ചെയ്തത്. അപ്പൊ കേൾക്കുക എന്ന് പറഞ്ഞല്ലോ, ആക്റ്റീവ് ലിസണിങ്. ഈ ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിൽ എന്താ വ്യത്യാസം? ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിൽ എന്താ വ്യത്യാസം? ലിസണിങ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുകയാണ്. ഹിയറിംഗ് എന്ന് വെച്ചാൽ പറയുവാണെങ്കിൽ ഇപ്പൊ ഞാനിങ്ങനെ ഈ റൂമിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. അപ്പൊ ഇവിടെ സൈഡിൽ റോഡ് ഉണ്ട്.
റോഡിലൂടെ ഓട്ടോ പോകുന്നു, കാറ് പോകുന്നു, അതിനൊക്കെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ഫാൻ കറങ്ങുന്നുണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ട്. അത് കേട്ട് അങ്ങ് പോവുകയാണല്ലേ, ഞാൻ അത് കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. അതേ സമയത്ത് ഈ സബ്ജക്റ്റിനെ പറഞ്ഞിട്ട് പറയുമ്പോൾ എസ്തറോ ധന്യോ സ്മൃതിയോ എന്തെങ്കിലും രാജിയോ എന്നോട് എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ അത് ശ്രദ്ധിച്ച് കേൾക്കും. അത് ലിസണിങ് അല്ലേ. അപ്പൊ അതാണ് നമ്മളെ മനസ്സുകൊണ്ടാണ് ചെയ്യുന്നതാണ്, ഹാർട്ട് കൊണ്ട് കേൾക്കണം എന്നാ പറയുന്നത്. ലിസൺ. പക്ഷെ എന്തുണ്ട്, അവരെ പ്രഷറൈസ് ചെയ്യരുത്. അവർ ഭയങ്കര ഷോക്കിലാണ്, വേദനയിലാണ്, ട്രോമയിലാണ്, മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുക. അവരെ സംസാരിക്കാനായിട്ട് പ്രഷറൈസ് ചെയ്യരുത്. ലെറ്റ് ദം ടേക്ക് ദെയർ ഓൺ ടൈം. അവർ അവരുടെ സമയം എടുത്തോട്ടെ, അതിനനുസരിച്ച് അവർക്ക് സമയം കൊടുക്കുക. വളരെ സാവധാനം അവരെ ശ്രദ്ധിച്ച് കേൾക്കുക. അവരെ പ്രഷറൈസ് ചെയ്യരുത് സംസാരിക്കാനായിട്ട്. പിന്നെ കംഫർട്ട് ചെയ്യുക അവരെ. എപ്പോഴും അവരൊരു കംഫർട്ട് സോണിൽ അവരൊരു ഫീൽ ഉണ്ടാക്കുക. എപ്പോഴും കാം ആയിട്ടിരിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർക്ക് നമ്മൾക്ക് അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ അവരെ കണക്ട് ചെയ്യാം. അവർക്ക് വേണ്ടുന്ന സഹായം, ചിലപ്പോൾ ഒരു ജോലി ആയിരിക്കാം ആവശ്യം, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവരെ നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാം. അങ്ങനെയുള്ള സർവീസസ്, സോഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന NGOs ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ആയിട്ട് അവരെ കണക്ട് ചെയ്യാം. പിന്നെ കൂടുതൽ അവർക്ക് ഹാം ഉണ്ടാകാതിരുന്നത്, അങ്ങനെ ഒരു ഹാം ഉണ്ടായി അതിന്റെ ഒരു ട്രോമയിൽ ജീവിക്കുന്നവരായിരിക്കും, ആ ഒരു ഷോക്കിൽ ജീവിക്കുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ അവരെ വീണ്ടും അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പോകാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ 7 തീംസ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. പിന്നെ അവരുടെ നീഡ്സും കൺസേണും മനസ്സിലാക്കുക, ആക്സസ് നീഡ്സ് ആൻഡ് കൺസേൺസ്. പിന്നെ അവരുടെ ബേസിക് നീഡ്സിന് അവരെ ഹെൽപ്പ് ചെയ്യുക, അതായത് ഫുഡ്, വാട്ടർ, പിന്നെ ഇൻഫർമേഷൻ. ഫോർ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വഴിതെറ്റി വന്ന ഒരു നാടോടി കുട്ടി, വേറെ ഏതോ സ്റ്റേറ്റിലെ കൊച്ചാന്ന് വിചാരിക്കാം, ലാംഗ്വേജ് കാര്യമായിട്ട് അറിയില്ല. അപ്പൊ അങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതിൽ നിന്ന് മാക്സിമം കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് ആ കുട്ടിയുടെ വേറബോട്ട്സ് കണ്ടുപിടിക്കും. പിന്നെ നെക്സ്റ്റ് അവരെ കേൾക്കുക, ആക്റ്റീവ് ലിസൺ. നമുക്കിവിടെ ലിസൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നമ്മളിവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക ആക്റ്റീവ് ലിസണിങ്. ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അവരെ സംസാരിക്കാനായിട്ട് പ്രഷറൈസ് ചെയ്യരുത്. പിന്നെ അവരെ കംഫർട്ട് ചെയ്യുക. ഫിഫ്ത്ത് പോയിന്റ്, കംഫർട്ട് ദം ആൻഡ് ഹെൽപ്പ് ദം ഫീൽ കാം. അവരെ കാം ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. പിന്നെ അവരെ കണക്ട് ചെയ്യുക, ഔട്ട്സൈഡ് ഇൻഫർമേഷൻ സെന്റർ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ദം ടു ഇൻഫർമേഷൻ സർവീസസ്, സോഷ്യൽ സപ്പോർട്ട്. കുറെ സോഷ്യൽ വർക്കേഴ്സോ അല്ലെങ്കിൽ ഏജൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവരുമായിട്ട് കണക്ട് ചെയ്യും. പിന്നെ വീണ്ടും അവർ കൂടുതൽ ഹാം ആകാതിരിക്കാനായിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് 7 തീംസ് ആണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ വരുന്നത്. ഇത് നല്ലപോലെ പിക്ചറൊക്കെ വരച്ച് കളർ ചെയ്തിട്ടൊക്കെ ആ PDF ഫയലിലുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് വായിച്ചു നോക്കുക. ഏതെങ്കിലും ഭാഗത്ത് മനസ്സിലാകാതെ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഫീൽഡ് വർക്കേഴ്സ് ഉണ്ട്. പിന്നെ 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ഉണ്ട് ഈ റിക്കവറി. ഇവർക്ക് അതിൽ നിന്ന് റിക്കവർ ആണോ. ഇപ്പൊ നമുക്കറിയാം ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മുറിവ് കറക്റ്റ് മരുന്നൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് അങ്ങ് ഉണങ്ങും. പക്ഷെ മനസ്സിലുണ്ടാകുന്ന വൂണ്ട് അത് പലർക്കും പല രീതിയിലായിരിക്കും അഫക്ട് ചെയ്യുന്നത്. അത് ഹീലാവാൻ ചിലപ്പോൾ ടൈം എടുക്കും, ചിലപ്പോൾ ലോങ് ടേം എടുക്കും റിക്കവറി. അപ്പൊ റിക്കവറിയെ ഹെൽപ്പ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, അവർക്ക് നല്ല സേഫ് ആയിട്ട് ഫീൽ ചെയ്യുക, ഫീലിംഗ് സേഫ്, കാം ആൻഡ് കണക്റ്റഡ് ടു അതേഴ്സ്. അവർക്ക് സേഫും കാമും ആയിട്ടൊരു ഫീൽ കൊടുക്കുക, അവരെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ അവരെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കുക, അവരെ സ്വന്തം കാര്യം ചെയ്യുന്നതിലും ഹെൽപ്പ് ദംസെൽസ്, അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്ന രീതിയിൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ചിലത് അങ്ങനെയാണല്ലോ, ഒരു സെൽഫ് വർക്ക് അവർക്ക് ഉണ്ടാവില്ല. സ്വയം ഇങ്ങനെ പറയും എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അവർ ഇതിലൊക്കെ പറയില്ല. അപ്പൊ അവരെ അതിന് കേപ്പബിൾ ആകും. അവരുടെ ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്, അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. ആക്സസ് ടു സപ്പോർട്ട്, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. അതാണ് ഇവരെ റിക്കവറി ചെയ്യാനുള്ള 3 ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ PFAയുടെ 7 തീംസ് ആദ്യം പറഞ്ഞു. പിന്നെ PFA പറ്റി, അതായത് സൈക്കോളജിക്കൽ വൂണ്ട് എന്തെങ്കിലും മെന്റൽ ട്രോമയൊക്കെ സംഭവിച്ചവരെ റിക്കവർ ചെയ്യാനുള്ള
3 ഫാക്ടേഴ്സ് പറഞ്ഞു. അത് സേഫ്, കാം ആക്കുക, അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക, തന്നെ മനസ്സിലാക്കി തന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുക, സപ്പോർട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യുക. പിന്നെ ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എല്ലാ ആളുകളിലും ഒരേ ലെവലിലായിരിക്കില്ല അല്ലെ. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഫ്ലഡ് സംഭവിച്ചു. ആ ഫ്ലഡില് പലർക്കും ഉണ്ടായ നഷ്ടങ്ങൾ പല ലെവലിലായിരിക്കും. ചിലർക്ക് പ്രോപ്പർട്ടി ആയിരിക്കും നഷ്ടമായിട്ടുണ്ടാവുക, ചിലർക്ക് റിലേറ്റീവ്സിന് നഷ്ടമായിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നഷ്ടമായിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും ആളുകൾക്ക്. അപ്പൊ ആ ഓരോരുത്തരുടെയും മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഓരോ രീതിയിലായിരിക്കും. അതിനനുസരിച്ച് വേണം അവരുടെ റിക്കവറിയുടെ പ്രോസസ് ചെയ്യാനായിട്ട്. ഇതുപോലെ സ്പെഷ്യൽ അറ്റൻഷനും സപ്പോർട്ടും അങ്ങനെ ആർക്കാണ് വേണ്ടത് ആ ഒരു ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ പീപ്പിൾ വിത്ത് സീരിയസ് ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറി, അതായത് ഈ ചിലർക്ക് വല്ല ഒരു ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അപ്പൊ ഭയങ്കരമായിട്ട് അവർ ഡിപ്രസ്ഡ് ആവുകയോ മെന്റലി വീക്ക് ആവുകയൊക്കെ ചെയ്യും. അവർക്ക് അതുകൊണ്ട് അതിനനുസരിച്ച് മെഡിക്കൽ കെയർ തന്നെ കൊടുക്കണം. ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സാം ഫെയിൽ ആയി, പ്രതീക്ഷിച്ചില്ല എക്സാമിന് ഫെയിൽ ആവുന്നത്, അവർക്ക് ആ രീതിയിലുള്ള സപ്പോർട്ട് ആയിരിക്കണം നമുക്ക് കൊടുക്കേണ്ടത്. പിന്നെ ചിലര് ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും മരിച്ചു, ലോസായി, ഭയങ്കര അടുപ്പുള്ള ഒരാൾ, എക്സാമ്പിൾ പറയുവാണെങ്കിൽ ചില കേസസ് നമ്മൾ കണ്ടിട്ടില്ലേ, ഡെലിവറി കഴിഞ്ഞ ഉടനെ കുട്ടി മരിച്ചു, അപ്പൊ അമ്മ ഭയങ്കര ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോകും. പാരന്റ്സ് രണ്ടുപേരും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോകും. അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിനെ നഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ലൈഫ് പാർട്ട്ണർ ഇല്ലാതാവുമ്പോൾ ആ ഒരു എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെ തന്നെ ശ്രദ്ധിക്കില്ല, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ശ്രദ്ധിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും. അവർക്ക് ഇതുപോലെ PFA ആവശ്യമാണ്. ചില ആളുകൾ സൂയിസൈഡ് ടെൻഡൻസികൾ വരെ ഉണ്ടായിരിക്കും. അവര് സൂയിസൈഡ് ട്രൈ ചെയ്തു പക്ഷെ മരിച്ചു പോകുന്നില്ല. അതിന്റെ ഒരു ഇതില് പിന്നെയും അവർക്ക് ടെൻഡൻസി ആയിരിക്കും. ഒരു പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവര് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവർക്ക് PFA ആവശ്യമാണ്. പിന്നെ മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർക്കും ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ട്, അവർക്കും ഇതുപോലെ തന്നെ PFA ആവശ്യമാണ്. പിന്നെ അതുപോലെ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്ന കുട്ടികളും ചെറിയ കുട്ടികളും കൗമാരക്കാരായിട്ടുള്ളവരും അവർക്കും ഇതുപോലെ PFA ആവശ്യമായിട്ട് വരും. People with health condition or mental and physical disabilities. ഇപ്പോൾ ഒരു ആക്സിഡന്റിലെ കാലോ കൈയോ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടു, അവർക്കും ഭയങ്കര മെന്റൽ ട്രോമ ആയിരിക്കും, ഭയങ്കര ഒരു ഷോക്കായിരിക്കും. അങ്ങനെ ഓരോ ലെവൽ എന്തെല്ലാമാണ് അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അതിനനുസരിച്ചായിരിക്കണം അവർക്ക് കൊടുക്കേണ്ട കെയർ. ചിലർക്ക് മെഡിക്കേഷൻസ് ആവശ്യം വരും, മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് ആവശ്യം വരും. ഇത് പ്രായമായവർക്ക് സംഭവിക്കാം, പ്രഗ്നന്റ് വുമണിന് സംഭവിക്കാം. ഇതുപോലെ സിവിയർ മെന്റൽ ഡിസോർഡർ ഒക്കെ ആർക്കും ഏതൊരു ഏജ് കാറ്റഗറിക്കും സംഭവിക്കാവുന്നതാണ്. പിന്നെ വിഷ്വൽ ഹിയറിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്ക് സംഭവിക്കാം. പിന്നെ ചില സമയത്ത് എന്തെങ്കിലും ക്രൈസിസ് ഏതെങ്കിലും ഒരു നാട്ടിൽ ഇപ്പോ റിലീജിയന്റെ പേരിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് അവിടെ ഉണ്ടായി, ഒരു ബഹളത്തിലായി കഴിഞ്ഞിട്ട് കുറെ പേര് അതിന്റെ വിക്ടിംസ് ആയി മാറും. ആ ഷോക്കില് അപകടം കുറെ എന്താ പറയുക വിട്ടും കുത്തുമൊക്കെ നടന്ന് നേരിട്ട് കാണുന്നു, അവർക്കൊക്കെ ഒരു മെന്റൽ ഷോക്ക്. അങ്ങനെ ഏതൊരു കേസിലും മെന്റലി നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതൊരു കേസ് വരുന്നവർക്കും PFA ആവശ്യമാണ്. പിന്നെ ഇത് കഴിക്കുന്നവര് ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യില്ലേ, സബ്സ്റ്റൻസ് അബ്യൂസ് യൂസ് ചെയ്യുന്നവരുടെ മെന്റൽ ബാലൻസ് ഭയങ്കരമായിട്ട് കിട്ടും. ഇവർക്ക് ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ PFA വളരെ ഇമ്പോർട്ടന്റ് ആണ്. Mothers with babies and small children.
അമ്മമാര്, അതായത് കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അമ്മമാര് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാറുണ്ട്. പോസ്റ്റ് പോർട്ടം സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് ചിലരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അവര് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറി കഴിയുമ്പോഴേക്കും ഇവര് ഒരു വല്ലാത്തൊരു ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പോകും. കുട്ടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യാതെ, സ്വയം കെയർ ചെയ്യാതെ ഒക്കെ ഇങ്ങനെ വരും. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് അവർക്കും സൈക്കോളജിക്കൽ എയ്ഡ് അത്യാവശ്യമാണ്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അത്യാവശ്യം. അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുമോ ടെൻഷൻ കാരണം ഇവരൊന്നും ശ്രദ്ധിക്കില്ല. കുട്ടികളുടെ കാര്യം, സ്വന്തം ആരോഗ്യം ഇതൊന്നും ഒരു ശ്രദ്ധിക്കാതെ വരും. ഇതെല്ലാം അവർക്കെല്ലാം PFA ആവശ്യം. ലോസ് വിത്ത് സിഗ്നിഫിക്കന്റ് ലോസ് ഓഫ് പൊസിഷൻസ്, അതായത് പെട്ടെന്ന് ജോലിയിൽ എന്തെങ്കിലും തകർച്ച സംഭവിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതുപോലെ ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ PFA അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പലപ്പോഴും സ്ട്രെസ്, ടെൻഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇഷ്യൂസ്, ക്രൈസിസ് ഒക്കെ വരുമ്പോൾ ആളുകൾ പല രീതിയിൽ റിയാക്ട് ചെയ്യും. അതായത് ഫിസിക്കൽ സിംറ്റംസ് കാണിക്കും. പലപ്പോഴും ഇങ്ങനെ മെന്റലി ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലത് വല്ലാതെ ഇങ്ങനെ വിറയ്ക്കും, ഷെയ്ക്കും, ഹെഡേക്ക്, ഭയങ്കരമായിട്ട് തലവേദന. ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് തലവേദന വരില്ലേ? നമ്മൾ എപ്പോഴും പറയാറില്ലേ, നമ്മളുടെ മെന്റൽ ആക്ടിവിറ്റിയുടെ റിഫ്ലക്ഷൻ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. ഭയങ്കര ടയേർഡായിട്ട് ഇവർ തോന്നുന്നത് ഭയങ്കര മെന്റൽ സ്ട്രെസ് ആണെങ്കിൽ, പിന്നെ വിശപ്പില്ലായ്മ, ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കും, ഉറങ്ങാതിരിക്കും, അവിടെ എവിടെയൊക്കെ പെയിൻ ആണെന്നുള്ള ഫീൽ ഉണ്ടാവും. ചിലത് ഉറക്ക കരയും, ചിലത് പതുക്കെ കരയും. പിന്നെ എപ്പോഴും ദുഃഖിച്ച് ഗ്ലൂമി ആയിട്ടിരിക്കും, ആരോടും സംസാരിക്കാതെ. ഭയങ്കര പേടി ചിലത് കാണിക്കും, ആൻസൈറ്റി, ഫിയർ ഒക്കെ ആയിരിക്കും. പിന്നെ എപ്പോഴും ഒരു ചിന്തയാണ്, എന്തോ അപകടം സംഭവിക്കാൻ പോകും. ആ ഒരു രീതിയിൽ മുറിയുടെ ഒരു കോർണറിൽ തന്നെ കഴിച്ചു കൂട്ടുന്ന രീതിയിലൊക്കെ കാണിക്കും. പിന്നെ ഉറക്കക്കുറവ്, പിന്നെ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുക, എപ്പോഴും ഒരു ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ ആയിരിക്കും. ചിലർക്ക് എപ്പോഴും ഒരു കുറ്റബോധവും നാണക്കേടും അങ്ങനെയുള്ളതൊക്കെ വരാം. ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാവില്ല, സ്വന്തം തെറ്റുകൊണ്ട് വേറൊരാളുടെ ജീവൻ പോയി എന്നൊക്കെ തോന്നരുത്. വണ്ടി ഓടിക്കുന്ന ഒരാളാണ്, അയാളുടെ കൈപ്പിഴ കൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ആള് ആക്സിഡന്റിൽ മരിച്ചു, ഇയാള് രക്ഷപ്പെട്ടു, അങ്ങനെയൊക്കെ സർവൈവ് ചെയ്ത് വരുന്നത് ഒരു ഗിൽറ്റി ഫീലിംഗ് ഒക്കെ ആയിരിക്കും. പിന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാകും, അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ എപ്പോഴും ഇങ്ങനെ അവര് ഒരു മുറിയിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടും. വിഡ്രോവൽ സിംറ്റം, എല്ലാത്തിനും ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ഒരു പഴക്കം. മറ്റുള്ളവരെ ഫോൺ ചെയ്താൽ എടുക്കില്ല, നേരിട്ട് വന്നാൽ അവരോട് സംസാരിക്കില്ല, അങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. പിന്നെ ചില സമയത്ത് ഡിസ്ഓറിയന്റേഷൻ, അതായത് സ്വന്തം സ്വന്തം പേര് മറന്നു പോവുക, എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു രീതിയിൽ മെന്റൽ ബാലൻസ് തെറ്റുക, ഇതൊക്കെ സംഭവിക്കും. ഇവർക്കൊക്കെ PFA ആവശ്യമാണ്. അവനവന്റെ കാര്യം നോക്കാൻ ശ്രദ്ധ കുറവ്, കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, ഭക്ഷണം സമയത്ത് കഴിക്കില്ല, ആവശ്യത്തിന് വെള്ളം കുടിക്കില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിയാതെ വരും. നല്ല രീതിയിലൊരു സപ്പോർട്ട് ഇവർക്ക് ത്രൂ PFA കൊടുക്കുവാണെങ്കിൽ ഇവരെയെല്ലാം നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 28 പേജോളം ഉണ്ട് കേട്ടോ PFA എന്ന് പറയുന്നത്. അതിൽ നമുക്ക് മനസ്സിലാവുന്ന ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. PFA എന്തിനാന്നുള്ളത് മനസ്സിലായല്ലോ. മെന്റലി നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. പലപ്പോഴും നമ്മൾ ഇത്തിരി ടെൻഷനിലാവുമ്പോൾ നമ്മളെ അത് അറിഞ്ഞ് മനസ്സിലാക്കി വരുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഉണ്ടാവും, അതുപോലെ സിബ്ലിങ്സ് ആരെങ്കിലും ചേച്ചിയോ ചേട്ടനോ ഉണ്ടാവും, കസിൻസ് ഉണ്ടാവും, നമ്മുടെ വീട്ടിലെ പാരന്റ്സ് ഉണ്ടെങ്കിൽ അവര് ചിലപ്പോൾ നമ്മുടെ മക്കൾ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സിൽ നമ്മൾ ഇരിക്കുവാണെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ റിഫ്രഷ് ചെയ്യാൻ അറിയും, അതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ശരിക്കും അത് നമ്മുടെ വീടുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ അപ്ലൈ ചെയ്യാറുണ്ട്, റിലേറ്റീവ്സിന് അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മൾക്ക് ചിലപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ കാണാറില്ലേ, ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും വരും. അവർ വരുന്ന വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ആ വീട്ടിലെ വ്യക്തികള് മാനസികമായി ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പൊ അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാം ആ ഒരു സമയത്ത്. ചിലരെ കാണുമ്പോഴേക്കും
ഇപ്പൊ അവരങ്ങ് ഓപ്പൺ അപ്പ് ആവും, എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെ പറയും. കുറെ അങ്ങ് ഓപ്പൺ അപ്പ് ആവുമ്പോഴേക്കും ഇവരുടെ ആ ഒരു വിഷമം കുറെ അവരങ്ങ് റിലാക്സ്ഡ് ആവും, റിക്കവറി സ്റ്റേജിലേക്ക് എത്തും. ഓപ്പൺ അപ്പ് ആവും. അങ്ങനെ നമ്മളെ വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മളും പോയിട്ടുണ്ടാവും പലരുടെയും, നമ്മുടെ അടുത്തറിയില്ല. അതുപോലെ ആരെങ്കിലും ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണാനും അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, അവർക്ക് വേണ്ടത് കാര്യങ്ങൾ കെയറും ഒക്കെ അവർ പറയുന്നത് കേൾക്കും, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അത് മുഴുവൻ കേൾക്കും. അങ്ങനെ അവർ വെന്റിലേറ്റ് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞ് അവരൊരു ആശ്വാസം അവര് കണ്ടെത്തുന്നു. ഒരു ഹ്യൂമൻ കണക്ഷൻ ആണ് ഈ ആളുകൾ തമ്മിൽ. അപ്പൊ നമ്മൾ പറയില്ലേ എന്റെ അതേ വേവ് ലെങ്താണ്, നിങ്ങൾ ഒരേ വേവ് ലെങ്താണ്. അപ്പൊ ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. അതായത് നമ്മളുടെ അടുത്ത് ചില ആളുകൾ വന്ന് സംസാരിക്കും, അപ്പൊ നമുക്ക് ആ ഒരു കെയർ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതാണ്, അതൊരു ഹ്യൂമൻ കണക്ഷൻ ആണ്. PFA എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ കണക്ഷൻ ഉണ്ടാവുകയാണ് ആളുകൾ തമ്മിൽ. നമ്മൾ അങ്ങനെ എല്ലാവരുടെ അടുത്തും ഓപ്പൺ അപ്പ് ആവില്ലല്ലോ, അങ്ങനെ പറ്റുന്നവരുടെ അടുത്ത് മാത്രം. ഫിസിക്കൽ അതുപോലെ തന്നെ ഇമോഷണൽ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യാണ്, അവരെ കാം ആക്കുന്നു, സേഫ് ആക്കുന്നു. ഇവർക്ക് കുറെ റിക്കവർ ആകാനുള്ള ചാൻസസ് കൂടുതൽ. പിന്നെ ഇപ്പൊ അവരവരുടെ നീഡ്സും കൺസേൺസും നമ്മളോട് ഷെയർ ചെയ്യും. പിന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് അവർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അവരുടെ നീഡ്സും കൺസേൺസും വേണ്ടുന്ന അസിസ്റ്റൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാം. പിന്നെ സോഷ്യൽ സപ്പോർട്ട്, ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ട്രസ്റ്റോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, അവരുമായിട്ട് കണക്ട് ചെയ്യാം. PF എന്താന്ന് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യുമ്പോഴകത്ത് ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞിട്ടൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ബി ഹോണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി. നമ്മൾ അവരെ കംഫർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അവരോട് സത്യസന്ധത പുലർത്തണം. പിന്നെ അവർ റെസ്പെക്ട് കൊടുക്കണം അവർ പറയുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ സില്ലി ആയിട്ടൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ അവരെ സംബന്ധിച്ച് ആ ഒരു വേദന വളരെ വലുതാണ്. അപ്പൊ ആ ഒരു റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മൾ അവരുടെ അടുത്തിരിക്കണം. പിന്നെ ആ റിലേഷൻഷിപ്പ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ആ ഒരിക്കലും അങ്ങനെ നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നവരുടെ റിലേഷൻഷിപ്പ് എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. പിന്നെ അതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യരുത്. പിന്നെ ജഡ്ജ്മെന്റൽ ആകരുത്. നമ്മളുടേതായ ഡിസിഷൻസ് ഒന്നും അവരിൽ അടിച്ചേൽപ്പിക്കരുത്. അപ്പൊ ഇപ്പൊ അവർക്ക് ചിലർക്ക് ഭയങ്കര അർജന്റ് ആയിട്ട് പെരുമാറും. ഇപ്പൊ അവർക്ക് ഹെൽപ്പ് ഒന്നും വേണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വിളിക്കാം ഫ്യൂച്ചറിൽ. ആ രീതിയിൽ അവരോട് നിൽക്കണം. അല്ലാണ്ട് ഒരിക്കലും റൂഡായിട്ട് നമ്മൾ പെരുമാറരുത്. പിന്നെ ഒരിക്കലും നമ്മൾ ഫോൾസ് ആയിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങളൊന്നും വാഗ്ദാനം ചെയ്യരുത്. അങ്ങനെയുള്ള പ്രോമിസസ് ഒന്നും കൊടുക്കരുത്. പിന്നെ തെറ്റായ ഇൻഫർമേഷൻസ് ഒരു കാരണവശാലും നമുക്ക് കൊടുക്കരുത്. നമ്മളുടെ കഴിവുകളെ നമ്മൾ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര കഴിവുണ്ട് അങ്ങനെയുള്ള രീതിയിലൊന്നും എക്സാജറേറ്റ് ചെയ്ത് കാണിക്കരുത്. പിന്നെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആ വ്യക്തിയുടെ ഏജ്, ജെൻഡർ, ആണാണോ പെണ്ണാണോ ഏത് ജെൻഡറാണോ അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ അവരോട് പെരുമാറാൻ. പിന്നെ അവർ ഫോളോ ചെയ്യുന്ന ചില ട്രഡീഷൻസ് കൾച്ചറൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം അവരോട് പെരുമാറാൻ. പിന്നെ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് കാമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തണം, അവിടെ സംസാരിക്കണം. ഔട്ട്സൈഡിൽ നിന്നുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ മിനിമൽ ആയിരിക്കണം. പിന്നെ അവരുടേതായ ഡിസിഷൻസ് എടുക്കുവാണെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യണം. പിന്നെ എപ്പോഴും പ്രൈവസി, പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. വേറൊരാളോട് അത് ഷെയർ ചെയ്യരുത്. ഓക്കെ. പിന്നെ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവണം, പക്ഷെ ഒരു അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് അവരുമായിട്ട് കീപ്പ് ചെയ്യണം. അവരുടെ ഏജ്, ജെൻഡർ, കൾച്ചർ അങ്ങനെയെല്ലാം നോക്കിയിട്ട് അവരുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇപ്പൊ കുട്ടികളൊക്കെ ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടിരിക്കാം. പക്ഷെ ഒരു അഡൾട്ട് ഒക്കെ ആവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പിന്നെ നമ്മളുടെ ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പിന്നെ ചില റിലീജിയസ് ബിലീഫും കൾച്ചറും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, അതൊക്കെ റെസ്പെക്ട് ചെയ്ത് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പിന്നെ അവർ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി അവരെ ഇന്ററപ്റ്റ് ചെയ്യരുത്.
അവർ ആ ഫ്ലോയിൽ തന്നെ സംസാരിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ കേൾക്കുക. പിന്നെ പ്രഷറൈസ് ചെയ്യരുത് നമ്മൾ പറഞ്ഞിട്ട് അവർ താനേ പറയട്ടെ അവരുടെ പ്രോബ്ലംസ്. പിന്നെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്പീഡിൽ സംസാരിച്ച് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് അവർക്ക് നമ്മള് താല്പര്യം ഇല്ലാന്ന് തോന്നുന്നത് അവർക്ക് വരരുത്. പിന്നെ ഒരിക്കലും ഫിസിക്കൽ ടച്ച് ഉണ്ടാകാതെ നോക്കണം. അപ്രോപ്രിയേറ്റ് അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ടച്ച് പാടില്ല. അതേസമയം ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ, അത് നമ്മുടെ സെയിം ജെൻഡർ ഒക്കെ ആണെങ്കിൽ ചില സമയങ്ങളിൽ ഒരു ഭയങ്കരമായിട്ട് കരയും, കൺട്രോൾ ഇല്ലാണ്ട് കരയൊക്കെ ചെയ്യുന്ന ടച്ച് ചെയ്യാം. പിന്നെ അവർക്ക് മനസ്സിലാവണം നമ്മൾ ശ്രദ്ധിക്കുകയാണ്, അവരെ കേൾക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ കല്ല് പോലെ ഇരിക്കരുത്, നമ്മുടെ കണ്ണിലും ഒക്കെ ആ ഒരു ഫീല് വരുന്നത്. നമ്മൾ ഭയങ്കര പേഷ്യന്റ് കാമായിട്ടിരിക്കണം, ക്ഷമയോട് കൂടി വേണം കേൾക്കാൻ. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് നമ്മൾ പറയുവാണെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറയണം. അത് സിമ്പിൾ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഭയങ്കര ടെക്നിക്കൽ വേർഡ്സോ ഭയങ്കര ഇംഗ്ലീഷോ ഒന്നും ഉപയോഗിച്ച് അവരുടെ അടുത്ത് സംസാരിക്കരുത്. അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ സിമ്പിൾ ആക്കി വേണം പറയാൻ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് അതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ മാത്രം അത് പറയുക. അറിയില്ലെങ്കിൽ എനിക്ക് അറിയില്ല, ഞാനത് അന്വേഷിച്ചിട്ട് വിശദമായി അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാമെന്ന് പറയാം. അതിനൊന്നും മടി കാണിക്കരുത്. പിന്നെ അവരുടെ സൈലന്റ് ആയിട്ട് കുറെ നേരം ഇരിക്കുവാണെങ്കിൽ നമ്മൾ അത് വെയിറ്റ് ചെയ്യുക. അവരുടെ സൈലൻസ് ബ്രേക്ക് ചെയ്ത് അവർ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറേ നേരമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, കുടിക്കാൻ വെള്ളം വേണോ, ആ രീതിയിലുള്ള സൈലൻസ് നമുക്ക് ബ്രേക്ക് ചെയ്യാം. അല്ലാണ്ട് അവിടെ പറയാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി പ്രഷറൈസ് ചെയ്യരുത്. നമുക്ക് അറിയാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കരുത്. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. പിന്നെ വേറൊരാളുടെ കഥ അവരോട് പറയരുത്, എക്സാമ്പിൾ പോലെ. അപ്പൊ അവർക്ക് തോന്നും അപ്പൊ എന്റെ കാര്യം ആരോടെങ്കിലും പറയുന്ന രീതിയിൽ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. പിന്നെ നമ്മൾ ഇതിനും വലിയ വിഷമത്തിൽ കൂടെ ഞാൻ കടന്നുപോയി ആ ഒരു രീതിയിൽ ഒരിക്കലും സംസാരിക്കരുത്. പിന്നെ നമ്മൾ ഒരിക്കലും നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അവരോട് എക്സാജറേറ്റ് ചെയ്ത് സംസാരിക്കരുത്. നെഗറ്റീവായിട്ട് ഒരിക്കലും സംസാരിക്കരുത്. ലൈക്ക് ഭ്രാന്തുണ്ടോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിൽ ക്രേസി ഓർ മാഡ് ആ രീതിയിലൊന്നും ഉപയോഗിക്കരുത്. കുറച്ച് കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്, പിന്നെ അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ PDF ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വേറൊക്കെ മറന്നു കഴിഞ്ഞു, ഹറി ബറിയിലായിട്ട് കണക്ഷൻ ഇഷ്യൂ വന്നപ്പോ.